ഇനി നിങ്ങളെല്ലാവരും സാധകരാണ് അല്ലേ? സാധകരാണെന്ന് പറയുന്നു. അപ്പോൾ സാധകർ എന്ന് പറയുമ്പോൾ സാധകന്മാരുടെ ഒരു ശരീരം, ഓരോ സാധകനും അവനവൻ്റെ ശരീരം നവചക്ര രൂപമാണ് എന്നുള്ള ഉണ്ടായിരിക്കണമല്ലോ അല്ലേ? ശ്രീചക്രവും അവനവൻ്റെ ശരീരവും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു പാരലലിസം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. നിങ്ങളെല്ലാവരും സാധകന്മാരല്ലേ? അപ്പം നിങ്ങളുടെ സാധക ശരീരം നവചക്ര രൂപമാണ്. അപ്പം നിങ്ങൾ സാധകന്മാരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് സാധകചക്രം. നമ്മൾ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഒരു സാധകചക്രത്തിനോടാണ്. കാരണം നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് സാധന ചെയ്യുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ യോഗിനീചക്ര പൂജ. അതായത് ഈ ചക്രത്തിലെ 64 യോഗിനിമാരുടെയൊക്കെ ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ പൂജ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ പേര്, അങ്ങനെ 64 യോഗിനിമാരുള്ളതിൻ്റെ പേര് യോഗിനീചക്രം എന്നാണ്. പക്ഷെ അതിപ്പോൾ 64 ആവണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ 19 ആൾ 20 ആളുകൾ വെച്ചാൽ അതിനെയും നിങ്ങൾ ചെയ്യുന്നതിനെ യോഗിനീചക്രം എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അതൊക്കെ ഒരു ടെക്നിക്കൽ ടേംസാണ് തന്ത്രത്തിൽ. ചില ആൾക്കാർ 64 യോഗിനികളുടെയും പേരെന്താ, അവരുടെ രൂപം എന്താ? എല്ലാ യോഗിനിയും എല്ലാ ചക്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏകമായ ഒന്നിനെ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ നാമരൂപങ്ങളിൽ കിടന്ന് തിരിയേണ്ട ആവശ്യമില്ല. അതെല്ലാം അൾട്ടിമേറ്റ്ലി ശ്രീവിദ്യ അല്ലെങ്കിൽ ലളിതാ പരമേശ്വരി തന്നെയാണ്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യമാണ്. ഇപ്പം ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത് വർണ്ണങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ്. മാതൃകാവർണ്ണങ്ങൾ അല്ലേ? പഞ്ചാശത് വർണ്ണ രൂപിണിയാണല്ലോ ദേവി. 50 വർണ്ണം എന്ന് പറയുമ്പോൾ അത് ആ വർണ്ണങ്ങളെ നമ്മുടെ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളിലായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യണത് വർണ്ണങ്ങളുടെ വിന്യാസം വിശുദ്ധി ചക്രം. ഇതാണല്ലോ വിശുദ്ധി ചക്രം. ഈ വിശുദ്ധി ചക്രത്തിൽ ആദ്യം തന്നെ 16 സ്വരമാണ് വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 16 ദളമുള്ള ഒരു പത്മമായിട്ട് സങ്കല്പിക്കുന്നു. 16 ആ ഈ എന്ന് മുതലുള്ള 16 എണ്ണവും 16 ദളത്തിലായിട്ട് ഒരു ഷോഡശ ദള പത്മത്തെ നമ്മളിവിടെ സങ്കല്പിക്കുന്നു. അതായത് വിശുദ്ധിയിലെ. പിന്നെ അനാഹതാണ്. അനാഹതത്തിൽ കവർഗം 5 അക്ഷരം, കാക്ക ഗംഗ എന്ന്. പിന്നെ ചവർഗത്തിൽ ച ച ജ 3 എണ്ണം. അപ്പോൾ അത് എത്രയാകെ 8 എണ്ണം. അപ്പോൾ ഇവിടെ ഒരു അനാഹതത്തിൽ ഒരു അഷ്ടദള പത്മത്തിനെ നമ്മൾ സങ്കല്പിക്കുന്നു. നമ്മുടെ നവചക്രങ്ങളിലും അവയുടെ വർണ്ണ മാതൃകകളെയാണ് നമ്മളിപ്പോൾ സങ്കല്പിക്കുന്നത്. പിന്നീടാണ് മണിപൂരം വരുന്നത്. ഈ മണിപൂരത്തിലെ നേരത്തെ നമ്മൾ നിർത്തിയത് ചച്ച ജ വരെയുള്ളൂ. ബാക്കിയുള്ള 2 എണ്ണം, ചവർഗത്തിലെ ബാക്കി 2 എണ്ണവും ടവർഗും തവർഗും കൂടി ആകെ 12 ദളം, അതായത് 12 ദളമുള്ള ഒരു ചക്രം. അതാണ് മണിപൂരത്തിൽ സങ്കല്പിക്കുന്നത്. പിന്നെ സ്വാധിഷ്ഠാനം. സ്വാധിഷ്ഠാനത്തിൽ എഗെയിൻ അഷ്ടകോണാണ്, അഷ്ടദള ചക്രാണ്. അതിൽ പവർഗം 5 എണ്ണം, പമ്പ 5 എണ്ണം, പിന്നെ യരല എന്ന് 3 എണ്ണം. അപ്പോൾ 8 എണ്ണം അങ്ങനെ ആക്കി. പിന്നെ ലാസ്റ്റ് മൂലാധാര ചക്രം. അതിൽ 4 എണ്ണേ ഉള്ളൂ, 4 ദളേ ഉള്ളൂ. യരല സ്വാധിഷ്ഠാനത്തിൽ കഴിഞ്ഞാൽ ബാക്കി ഏതാന്ന് നോക്കിക്കോളൂ. വാശ ഷാസ 4 എണ്ണം. പിന്നെ അവിടെ ഹായും ക്ഷായും അവിടെ ബാക്കി നിൽക്കുന്നു. ഈ ഹായും ക്ഷായും ഇപ്പം മൂലാധാരത്തിൽ താഴെ വരെ ചെന്നിട്ട് ടപ്പെന്ന് കയറി ഇവിടേക്കാണ് എത്തുന്നത്. ഹായും ക്ഷായും ആജ്ഞയിലെ 2 ദളത്തിൽ നോക്കൂ. അത് എങ്ങനെ കണക്ട് ചെയ്തു എന്ന്. ഇവിടെ നിന്ന് തുടങ്ങി മൂലാധാരം വരെ എത്തി. ലാസ്റ്റ് ഹ ഇങ്ങോട്ട് വച്ചു. പിന്നത്തെ ക്ഷായാണ്. ആ ക്ഷായുടെ രൂപം എന്താ? അനാഹതത്തിലെ കവർഗത്തിലെ ആദ്യ ലെറ്റർ ക, മൂലാധാരത്തിലെ ഷ. ആ ക്ഷ അതായത് അനാഹതവും മൂലാധാരവും കൂട്ടിയ ഒരു സാധനം ഇവിടെ കൊടുന്ന് വെച്ചു. ഒരു ഹകാരം ഇവിടെ വെച്ചു. ഹ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഹ ആകാശത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഹ ആകാശമാണ്. അതേസമയത്ത് നഭസ് അല്ലെങ്കിൽ ആകാശം എന്ന് പറയുന്നതാണ്. അതേസമയത്ത് നമ്മളത് ഉച്ചരിക്കുമ്പോൾ അതിൽ ശ്വാസവും നാദവും ഉള്ളത് കൊണ്ട് മഹാപ്രാണാണ്. ഹ ക്ഷ ഹ ക്ഷ. ആ 2 എണ്ണം ഇവിടെ എനിക്ക് ആജ്ഞയിൽ നടുക്കിൽ വെച്ചിരിക്കുക. ഇത് ഈ ഒരു അറേഞ്ച്മെൻറ്റ്
അപ്പോൾ നമ്മൾ പഞ്ചഭൂത ലെറ്റേഴ്സ് എന്ന് പറയും. അത് ഹയറലവ എന്നുള്ള ഈ കർണാടകത്തിൽ ആന്ധ്രയിലൊക്കെ നമ്മൾ പറയണത് ആൾക്കാർക്ക് മനസ്സിലാവാൻ ഞാൻ ഇതെന്താ ഹയറലവ എന്നാണ് പറയുക. അതവരുടെ ഒരു ടേമാണ്. കാരണം ഇത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തൊരു സാധനം കൊണ്ട്. ഇതെന്താ വെച്ചാൽ ഹകാരം ആകാശം, യകാരം വായു, രകാരം അഗ്നി, വകാരം ജലം, ലകാരം ഭൂമി. ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ ഈ സാധനമാണ്, ഈ പഞ്ചഭൂത വർണ്ണങ്ങളാണ് നമ്മളെ കൊണ്ട് എല്ലാ സാധനവും ചെയ്യിപ്പിക്കുന്നത്. ഈ ഹയരലവയിൽ വേറൊരു രസം കൂടിയുണ്ട്. ഹയ എന്നുള്ളത് ഹയഗ്രീവൻ്റെ ആദ്യാക്ഷരങ്ങളാണ്. രാവായും രവി എന്നുള്ളതിൻ്റെയും കൂടിയാണെങ്കിലും അതുപോലെ അതവിടെ ഹയഗ്രീവനിലും അത് വരുന്നുണ്ട്. ഗ മാത്രം അതിൽ വരുന്നില്ല അല്ലേ. ഹയ ര വ ഹയഗ്രീവനിലുള്ള അക്ഷരങ്ങളാണ്. അതിൻ്റെ ഇടയിലൊരു ഗ വരും. ആ ഗ എന്താ? ഹയഗ്രീവന് ഗ ഇസ് ഗുരു. ആ ഗുരുമൂർത്തിയായ ലളിത ലാസ്റ്റ് ല. അതാണ് ഈ ഹയരവന. അപ്പം ഹയഗ്രീവനും ലളിതയും ഹയഗ്രീവനാണ് ഉപദേശിക്കുന്നത് അല്ലോ. ആ ഹയഗ്രീവനും ലളിതയും ചേർന്ന ഒരു വാക്കാണ് ഇതിലുള്ള ഹയരവല എന്ന് പറയുന്ന ഈ പഞ്ചഭൂത വർണ്ണങ്ങൾ. ഇനി ഇതിപ്പോൾ നമ്മളിത് വളരെ സിമ്പിളായി പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ഒരു കാര്യം ഓർത്താൽ മതി. മൂലാധാരം മുതൽ ആജ്ഞ വരെ, അതായത് ഈ ബ്രെയിനും സ്പൈനൽ കോഡും ഉള്ള ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സകലമാന അറിവും ഇരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നൊരു പേരാണ് കുണ്ടലിനി എന്ന്. സഹസ്രാരം എന്ന് പറയുമ്പോൾ ബ്രെയിനും കൂടിയും കോർട്ടക്സൊക്കെ പെടും. ആജ്ഞ വരെയുള്ള, അതായത് പിനിയൽ പിറ്റ്യൂട്ടറി ബോഡി വരെ ഉള്ള സാധനങ്ങളാണ്, അതിനോടുള്ള സ്ട്രെയിറ്റ് ലൈൻ അതുവരെ ഉള്ളതാണ് ഈ ഷഡ്ചക്രങ്ങളിൽ പെടുത്തിയിരിക്കുന്നത്. അതിലുള്ള വർണ്ണങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇതിൽ ഈ ഭാഗത്ത് ബ്രെയിനിൽ ഈ വർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ ഭാഗവും അവിടെയല്ലേ ചെന്ന് ചേരുന്നത്. ഇത് ശരിക്കൊരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിന് പല ആൾക്കാരും കുണ്ടലിനി ഉണർത്തരുത് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുക, എന്തുകൊണ്ട് ഉയർത്തിക്കൂടാ? ഉണർത്താതെ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് ശരിക്കും മനസ്സിലാവാനിട്ടാണ്. കുണ്ടലിനിയെ ഉണർത്തരുത് എന്ന് പറയുന്നതിൻ്റെ സാരം ഈ ബ്രെയിനിൻ്റെ ഉപരി, അതായത് സ്ഥിതി പറയുമ്പോൾ ജാഗ്രത് സ്വപ്ന സുഷുപ്തിയുടെ അപ്പുറത്തുള്ള തുരീയാതീത അവസ്ഥകളിലേക്ക് ഉയർത്തരുത് എന്നാണ് പറയുന്നത്. അത് ഉയർത്തേണ്ടത് ആരാണെന്നറിയാമോ? അത് ഉയർത്തുന്നത് നാദലയ യോഗികൾക്കുള്ളതാണ്. അതേപോലെ ജ്യോതിഷം, ഫിലോസഫിയൊക്കെ അറിയുന്ന ഗ്രേറ്റ് ആൾക്കാർക്ക്, സർവജ്ഞന്മാർക്കുള്ളതാണ് ആ ഉയർത്തൽ. മറ്റതെല്ലാ മനുഷ്യർക്കും വേണം. ഒരു കുട്ടി ഉണ്ണീട്ട് നടക്കണമെങ്കിൽ കുണ്ടലിനി ഉണരണ്ടേ? അതിൻ്റെ നെർവസ് സിസ്റ്റം മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ നമ്മൾ നടക്കുമോ, നമ്മൾ സംസാരിക്കുമോ, നമ്മളൊരു കോളേജിൽ പോയി പഠിക്കുമോ? ഒന്നും ചെയ്യില്ല. അപ്പം ഇതുവരെയുള്ള സാധനമൊക്കെ ഈ ഷഡ്ചക്രങ്ങളൊക്കെ എല്ലാവരുടെയും ഉണർന്നു തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ളതിലേക്ക് ഉണർത്താനാണ് കുറച്ച് പാട് വരെ. ഏതായാലും കുണ്ടലിനി ഉണർത്തണ്ട എന്നൊന്നും പറയണതിൽ അർത്ഥമൊന്നുമില്ല. അത് ഉണരാണ്ട മനുഷ്യന് മര്യാദയ്ക്ക് ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. കാരണം അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം പ്രവർത്തിക്കാതെ നമുക്കിത് ഇരുന്നോടത്തൊന്നും നീക്കാനും കൂടി പറ്റില്ല. ഒരു ഭക്ഷണം കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം അത് ഉണരണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? ശരിയല്ല. അത് ചില കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ചുമതലയും കൂടി നമുക്കുണ്ട്. അതാണ് പറയുന്നത്. അന്ധവിശ്വാസങ്ങൾ പരത്തരുത് എന്ന് സാരം. നമ്മൾ ആ ആസ്പെക്റ്റുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.